എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണൊരാശ്വാസവും ശാന്തിയും ലഭിക്കുക എന്നതിന് വേണ്ടി നെട്ടോട്ടമോടുകയാണ് ഇന്നാളുകൾ. ഒരു സൈക്കാട്രി ഡോക്ടർ അല്ലെ ഒരു കൗൺസിലറെടുത്ത് ഒന്നും വേണ്ട, ഒരു മേശയും ചെയറും ഇട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നൊരു റോട്ടിലിരുന്നാൽ വരെ ആളുകൾക്ക് എമ്പാടും കാര്യങ്ങൾ ഓരോരുത്തർക്കും പറയാനുണ്ട്. ഒരു ആള് ഒരു സിമന്റിന്റെ ചാക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചിരുന്നു വെച്ചാൽ 50 കിലോന്റെ ചാക്ക് നമുക്കവിടെ പൊക്കിയിട്ട് അയാളെ തലേക്ക് വെച്ചു കൊടുക്കാം. എന്നാൽ 50ഉം 100ഉമൊക്കെ കിലോയിലേറെ ഭാരം മനസ്സിൽ താങ്ങി നടക്കുന്ന ധാരാളം പേർ, അതൊന്ന് ഇറക്കി വെക്കാൻ പ്രയാസപ്പെടുന്നവർ ഒട്ടനവധിയാണ്. അങ്ങനെ ആ ഭാരം ഇറക്കാൻ വേണ്ടി പല രീതിയിലുള്ള മാർഗങ്ങൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ തൽക്കാലം എല്ലാം ഒന്ന് മറക്കാലോ എന്ന് വിചാരിച്ചിട്ട് ലഹരി ഉപയോഗിച്ചു വെക്കുന്ന ആളുകളുണ്ട്. എല്ലാം ഒന്ന് കുറച്ച് നേരത്തിന് സമയത്തിനൊക്കെ ഒന്നത് മറക്കാം. ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളോട് പോലും ചോദിച്ചാൽ എന്തങ്ങനെ വലി കൂടിയെന്ന് ചോദിച്ചാൽ ടെൻഷനാണ് എന്നാണ് അയാൾക്കും പറയാനുള്ളത്. ഇങ്ങനെ എവിടെയും ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയുള്ള നെട്ടോട്ടം നമുക്ക് കാണാൻ സാധ്യമാകും. എവിടുന്നാണ് ഈ ശാന്തി ലഭിക്കുക? വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൺകുളിർമ ലഭിക്കുവാൻ ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഫുർഖാൻ, വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഖുർറത അഅ്യുൻ, കൺകുളിർമ നൽകണേ. അതെ, കണ്ണിന് കുളിർമ ഉണ്ടാകുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകണമേ. അതായത് നമ്മുടെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്നൊരു ചിന്ത നമുക്ക് വരുമ്പോൾ അതിലൊരു കൺകുളിർമയുണ്ട്. നമ്മളെ ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കുമ്പോൾ നമുക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകുന്നുണ്ട് എന്നുള്ള ചിന്ത വരുമ്പോൾ അവിടെ നമുക്ക് ആ കൺകുളിർമ അനുഭവിക്കും. നമ്മളെ മക്കളൊന്ന് ചേർത്തിരുത്തി ഒരു ഉമ്മ കൊടുക്കുമ്പോൾ ആ ചുംബനത്തിന് റബ്ബെനിക്ക് പുണ്യം നൽകുന്നുണ്ട് എന്ന ചിന്ത വരുമ്പോൾ അവിടെ കൺകുളിർമയുണ്ടാകും. അങ്ങനെ ഇതും തേടി ഒട്ടനവധി സ്ഥലത്ത് അലയേണ്ട ആവശ്യം ഒരു വിശ്വാസിക്ക് ഇല്ല എന്നതാണ്. ഏത് കാര്യത്തിലും ഒരു സംതൃപ്തിയും കൺകുളിർമയും ലഭ്യമാകുന്ന ഒരു മാനസികാവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. ഏത് പ്രതിസന്ധിയിലും ആ വിശ്വാസിയെ പിടിച്ചു നിർത്താൻ ആ ഒരു ഈമാന്റെ കരുത്ത് അയാൾക്ക് ലഭ്യമാകുന്നതോടുകൂടി ശാന്തിയും സമാധാനവുമൊക്കെ എപ്പോഴും കൈവന്നുകൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഒരു സത്യവിശ്വാസി. അതുകൊണ്ട് പ്രാർത്ഥന, കൺകുളിർമക്കുള്ള പ്രാർത്ഥന, അത് സദാ നമ്മളൊക്കെ നിർവഹിക്കേണ്ടതാണ്. അതെവിടെ പോയാലും മറ്റു രീതിയിലൊന്നും ലഭിക്കുന്ന ഒന്നല്ല ഈ കൺകുളിർമ എന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ ആളുകൾ പലരും പറയും, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ അത് സത്യത്തിൽ ശരിയല്ലല്ലോ. ഒരു ഭാര്യയും ഭർത്താവും ആണെങ്കിൽ എന്തുണ്ടാകും? പ്രശ്നങ്ങളുണ്ടാവും, വർത്താനങ്ങളുണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് പരിഹരിക്കുന്നോടത്ത് വിജയിക്കുമ്പോഴാണ് നമ്മൾക്ക് ആ കൺകുളിർമ ലഭിക്കുന്നത്. അതെ, ആ വിജയിക്കാനുള്ള കുറേ മാനദണ്ഡം
നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമുക്ക് കാണാൻ സാധ്യമാകും. അവിടെ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, ആ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ കാണണം, ഒരു ഭാര്യ എങ്ങനെ കാണണം, ഒരു ഭർത്താവ് എങ്ങനെ കാണണം എന്ന് കൃത്യമായ തെളിവ് നമുക്ക് കാണാൻ സാധ്യമാകും. അതായത് ഇറാ ഗുഹയെന്ന് പേടിച്ച് വിറച്ച് പനിച്ച് വരുമ്പോൾ അവിടെ സമ്മിലൂനിയ ഖദീജ എന്ന വാക്ക് കേൾക്കുമ്പോൾ സത്യത്തിൽ ഖദീജ റളിയല്ലാഹു എന്തൊക്കെ ചോദിക്കാം. ഇന്നത്തെ ഒരു ഭാര്യ ചോദിക്കുന്നത് പോലത്തെ ഒരു ചോദ്യമല്ല ചോദിക്കുന്നത്. ആരെ മനുഷ്യ നിങ്ങളോട് കാട്ടിൽ പോയി ഗുഹയിൽ പോയി കുതിർക്കാൻ പറഞ്ഞത്, പേടിച്ചോരൊന്ന് കണ്ടുകിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാ ചില ആളുകൾ. ചില ഭാര്യമാർ അങ്ങനെ സംസാരിക്കും. ചില ആൾക്കാരെന്ത് ചെയ്യും, ചില ഭാര്യമാർ പോകുമ്പോൾ എന്തോന്ന് ഏൽപ്പിച്ചിട്ടുണ്ടാവും. വരുന്ന വരവിൽ തന്നെ ഭർത്താവിന്റെ മാനസികാവസ്ഥ ഒന്നും മനസ്സിലാക്കാതെ നിങ്ങളെ കൊണ്ടുവന്നണോ എന്ന ചോദ്യമായിരിക്കും. ഇവരുടെ അവസ്ഥ ഒന്നും അറിയാതെ അങ്ങനത്തെ ചോദ്യം വരും. വേറെ ചില ആളുകള് വേറെ രൂപത്തിൽ, അതായത് ഒന്നും മനസ്സിലാക്കാത്ത രീതിയിൽ ഉള്ള പെരുമാറ്റവും സമീപനവും കാണിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ധാരാളം അങ്ങനത്തെ അതന്നെ ഒരു കച്ചറക്ക് നിദാനമാകുന്ന അവസ്ഥ വരും. അവിടെയാണ് നമുക്ക് നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യുന്നു, അവിടെ ആ പുതപ്പിട്ട് മൂടിക്കൊടുക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും അങ്ങനെയെല്ലാം കഴിഞ്ഞ് എന്തേ ഉണ്ടായി എന്ന് ചോദിക്കാൻ പറ്റുമാർ ഒരവസ്ഥ എത്തിയപ്പോൾ മാത്രം ചോദിക്കുകയും ചെയ്യുന്ന രീതി നമുക്ക് കാണാൻ സാധ്യമാകും. ഇവിടെയാണ് ആ കൺകുളിർമ ലഭ്യമാകും. അങ്ങനത്തെ ഒരു ഭാര്യയാകുമ്പോൾ ആ കൺകുളിർമ ലഭ്യമാകും. തിരിച്ച് അങ്ങനത്തെ ഒരു ഭർത്താവാകുമ്പോൾ ആ ഒരു സംതൃപ്തി ഉണ്ടാവും. അതെ, എത്ര തിരക്കുള്ള ആളുകളാണ് നമ്മളൊക്കെ, വലിയ തിരക്കും ബിസിയൊക്കെയാണ്. എന്നാൽ എനിക്കൊക്കെ തിരക്കുണ്ട്. ഇതിനേക്കാളൊക്കെ എത്രയോ തിരക്കും ഉത്തരവാദിത്വവുമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ർ കഴിഞ്ഞാൽ, ഇശ കഴിഞ്ഞാൽ ഭാര്യയോട് സല്ലാപ വർത്തമാനം പറയുമെന്ന്. സല്ലാപ വർത്തമാനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത വർത്താനം എന്നാണല്ലോ. അത് പറയാൻ ഇത്ര തിരക്കുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമയം കണ്ടു എന്നത് വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഗ്യുനിൻ, ആ കൺകുളിർമ അവിടെ ലഭ്യമാകുമെന്നതാണ്. അതായത് നമുക്കൊക്കെ ഓഫീസിലോ നമ്മുടെ കച്ചവട സ്ഥലത്തോ മറ്റ് എവിടെയാണോ നമ്മൾ ഇടപഴകുന്നത് അവിടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞോടുകൂടി അല്ലെ അവിടൊക്കെ ഒന്ന് പോകുന്നതോടുകൂടി തന്നെ ഞമ്മക്കൊന്നും പിന്നെ പറയാനില്ല, നമ്മളത് കഴിഞ്ഞു. പക്ഷെ ഭാര്യമാരങ്ങനെയല്ല. നമ്മുടെ ഉമ്മയോട്, അവരുടെ ഉമ്മയോട്, നമ്മുടെ പെങ്ങളോട്, മറ്റ് അവരുടെ അനിയത്തിയോട്, ഇവരോട് ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഭാര്യമാർക്കുണ്ടാകും. അത് കേൾക്കാൻ തിരക്കുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്തമുള്ള ഈ ഒരു ഖുർആൻ ഓരോന്നും ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണ്ട, ജീവിച്ച് കാണിച്ചു കൊടുക്കണ്ട ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമയം കണ്ടെങ്കിൽ നമ്മളതിന് സമയം കാണണം. അതെ, അവരെന്തോന്നോട് പറയാൻ നോക്കുമ്പോഴേക്ക് നിർത്തിക്കാള, എന്താ പറഞ്ഞത് എനിക്കറിയാം എന്ന് പറഞ്ഞോടുകൂടി എന്തായി, ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതാവും. അങ്ങനെ കുറെ കുന്നുകൂടുമ്പോൾ എന്തോ നിസ്സാരമായ കാര്യമായിരിക്കും അവർക്ക് പറയാനുണ്ടാകുക. അത് കേൾക്കണം നമ്മൾ. അതെ, അത് കേൾക്കുന്നതിന് പുണ്യമുണ്ട് എന്നത് നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോൾ കൺകുളിർമ ലഭിക്കും. അതെ, അവർക്ക് ഉമ്മ എന്തോ ഒന്ന് പറഞ്ഞതോ മറ്റെന്തോ കറിയിൽ എന്തോ ഒന്ന് പറഞ്ഞു അങ്ങനത്തെ എന്തോ നിസ്സാരമായിരിക്കും, പക്ഷെ അവർക്കത് വലുതാണ്. അതുകൊണ്ടാണ് റസൂലുള്ള അതിന് സമയം കണ്ടത്. റസൂലുള്ള പറഞ്ഞു, സ്ത്രീ എന്ന് പറഞ്ഞാൽ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു സ്ഫടിക പാത്രം പോലെ, ഒരു പളുങ്ക് പാത്രം പോലെയാണ്. അതെ, അത് വെക്കണ്ടോടത്ത് വെച്ച് തുടച്ച് മിനിക്ക് ക്ലിയർ ആയാൽ നല്ല കാണാൻ മഞ്ചിട്ട്, അത് നിലത്തേക്ക് വീണാലോ ആ പളുങ്ക് പാത്രം ഒന്നിനും പറ്റാതാവും. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഒരു വളവുണ്ട്, നീർത്തണ്ട എന്നാ പറഞ്ഞത്. ആ നിലക്ക് തന്നെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ കൺകുളിർമ ലഭ്യമാക്കുക. അങ്ങനെ കേൾക്കാനും അതൊക്കെ ഉൾക്കൊള്ളാനും ഒക്കെ കേട്ട് സാരല്ല നിനക്ക് ഞാൻ പോരെ എന്നൊരു ചോദ്യത്തോടുകൂടി എനിക്കത് മതി, നിങ്ങൾ കേട്ടാ മതി. ഇതില്ലാതാകുമ്പോഴാണ് എന്ത് ചെയ്യണത്, ഇത് കേൾക്കാൻ അപ്പുറത്ത് ആളുകളുണ്ട്. അതെ, ഒരു ഹായ് എന്ന് പറയുന്നതോടുകൂടി അവർക്ക് ഒഴിവാണ്, അവർക്കിതൊക്കെ കേൾക്കാം. അങ്ങനെ കേൾക്കുമ്പോ ഭർത്താവിനെ കൊന്ന് കവറിലാക്കിയത് നമ്മൾ കണ്ടു. കുട്ടികളെ പുഴയിലേക്ക് എറിഞ്ഞ് ഇവന്റെ കൂടെ പോയത് കണ്ടു. ഇതൊക്കെ എന്തുകൊണ്ടാ? കേട്ടത് കൊണ്ടാണ്. നമുക്ക് സമയമല്ല, പക്ഷെ അവർക്കത് കേൾക്കാൻ സമയമുണ്ട്. ആ സമയമുള്ള കൂടെ
എല്ലാം വെടിഞ്ഞു പോകാൻ മാത്രം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് സമയം കണ്ടെങ്കിൽ നമുക്ക് കൺകുളിർമ ലഭ്യമാകണോ, നമ്മളും അങ്ങനത്തെ ഒരു സമയം നമ്മുടെ ഭാര്യമാർക്ക് കൊടുക്കണം, നമ്മളെ കുട്ടികളെടുത്ത് ചെലവാക്കണം, നമ്മളെ മാതാപിതാക്കളെടുത്ത് ഇരിക്കണം. അതിനൊക്കെ നമുക്ക് പുണ്യമുണ്ട് എന്നുള്ള ചിന്തയുണ്ടാകുമ്പോൾ അതെല്ലാം കേൾക്കാനും അതൊക്കെ ആശ്വസിപ്പിക്കാനും എല്ലാത്തിനും നമ്മൾ എത്ര തിരക്കുള്ളവർക്കും സമയമുണ്ടാകും. അവിടെയാണ് സമാധാനമുണ്ടാകുക. ആ സമാധാനം തേടി നേരത്തെ പറഞ്ഞ ഒരു സ്ഥലത്തേക്കും പോകേണ്ട, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലക്ക് ഒരാശ്വാസം കിട്ടേണ്ട, ഒരു സിഗരറ്റ് പോലും വലിക്കേണ്ട ഒരാവശ്യം ഒരു വിശ്വാസിക്ക് വരാത്തത് ഈ കൺകുളിർമയും സമാധാനവും ലഭ്യമാകുമ്പോഴാണ്. അതെ, പ്രശ്നമുണ്ടാകും, ആ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കഴിയാന്നുള്ളതന്നെ. ഒരു ഉദാഹരണമായിട്ട്, ഇപ്പോ ഒരു കറിയില് ഭാര്യ 2 പ്രാവശ്യം ഉപ്പിട്ട്, പ്രശ്നയില്. അങ്ങനെ ഇതറിയാതെ ഉച്ചക്കിഞ്ഞ് ജുമാ കഴിഞ്ഞാൽ ചെല്ലുമ്പോ ഇതറിയാതെ എല്ലാവരും ഒപ്പിരുന്നാണല്ലോ ഭക്ഷണം കഴിക്കേണ്ടത്. അതന്നെ ആളുകൾ കുറവാണ് ഇപ്പോൾ. ഇനി അഥവാ കഴിക്കുകയാണെങ്കിൽ തന്നെ അവനാന്റെ മൊബൈലിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ തോണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കണം. ഇപ്പോ ഏറ്റവും കൂടുതൽ തൊടലും തോണ്ടലും ഒക്കെ ആരെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇപ്പോൾ മൊബൈലാണ്. അതെ, ഭാര്യ ഇങ്ങോട്ട് തോണ്ടും, ഭർത്താവ് അങ്ങോട്ട് തോണ്ടും, രണ്ടാളും തോണ്ട് തന്നെയാണ്, പക്ഷേ മൊബൈൽ മേലാണ്. അതെ, അങ്ങനെ ആയിപ്പോയി. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അങ്ങനെ ആയിപ്പോയി. അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നാ. ഇനി കഴിക്കുന്ന സമയത്ത് ഭാര്യ തിരക്കിൽ 2 പ്രാവശ്യം ഉപ്പിട്ട് വരുന്നത്, ഭാര്യ ഉപ്പ് നോക്കിയിട്ടുമില്ല. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ തന്നെ പ്രശ്നമാകാണ്. എവിടെ ഈ ഒരു കറി ഇങ്ങോട്ട് ഒഴിച്ചപ്പോഴേക്ക് ജുമാ കഴിഞ്ഞ് എന്നിട്ട് ഈ കറി ആയിട്ട് ഒഴിച്ചപ്പോ ഇതെന്ത് കറിയാണ് എന്ന് ചോദ്യം. അപ്പോ ഉപ്പുമെന്ന് പോയി കറിമേൽക്ക് തിഞ്ഞ് വിഷയം എങ്ങനെ പോകും. നിങ്ങൾ എന്തെങ്കിലും എന്റെ കറിക്ക് നല്ലത് പറഞ്ഞണോ എന്നായി അടുത്ത ഇങ്ങോട്ടുള്ള മറുപടി. അപ്പൊ എന്തായി, അല്ലെങ്കിലും എന്റെ വാപ്പൻ അങ്ങനെയാണ്, നിങ്ങളെ വാപ്പയോ, എന്റെ കുടുംബം അങ്ങനെ, നിങ്ങളെ കുടുംബം എന്ന് ചോദിച്ചിട്ടുണ്ടായി. ഇത് മക്കളും കുട്ടികളൊക്കെ കേട്ട് ഇങ്ങനെ കണ്ണിൽ നോക്കി നിന്ന് ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേന് ഈ കച്ചറ എന്താകും. എനിക്കെത്ര കല്യാണാലോചന വന്നാണ്, ഞാൻ ഈ കുടുങ്ങിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് തലാഖിന്റെ വക്കത്തേക്ക് എത്താൻ ഒരു ഉപ്പ് മതി, ഒരു ഉപ്പ് മതി, ആ ഉപ്പ് കൂടിയത് മതി. അതെ, ഇത് പരിഹരിക്കുന്നിടത്ത് വിജയിക്കണം എന്ന് പറഞ്ഞാൽ ഉപ്പ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് എത്രയും പറയാം. ഉപ്പിനെ പറ്റി വിശാലമായി അതിന് അങ്ങോട്ട് വിഷയം കറിയുന്നും അതിന് അങ്ങോട്ട് വാപ്പനെയും കുടുംബത്തിനെയും അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്കും പഴയതിലേക്കും ഒന്നും പോകാൻ പാടില്ല. നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തില്ലേ എന്നുള്ള ചോദ്യം ഈ പഴയയിലേക്കൊന്നും പോകാൻ പാടില്ല. ഉപ്പൊന്നും മാറാൻ പാടില്ല. ഏതുപോലെ ഒരു ഫുട്ബോൾ കളി ലഫറിയൊക്കെ നിയന്ത്രിക്കും പോലെ, അത് ഫൗളാട്ട് പറഞ്ഞ് വിശലിട്ട് നിയന്ത്രിക്കും പോലെ ഭാര്യ ഉപ്പെന്ന് പോയാൽ ഭർത്താവ് കേട് വിശലിട്ട് കേട് വരുത്തണം, ഭർത്താവ് പോയാൽ ഭാര്യ വരുത്തണം. അങ്ങനെ ആകുമ്പോൾ എന്താകും, പ്രശ്നം സോൾവ് ആകും. അതെ, ഒരിക്കലും പഴയത് പറയാൻ പാടില്ല, കഴിഞ്ഞു പോയത് പറയാൻ പാടില്ല. കഴിഞ്ഞു പോയൊരു കാര്യം ഈ ഒരു വിഷയത്തിലേക്ക് ഇടാൻ പാടില്ല. അതേപോലെ ഇടയ്ക്ക് വാക്കൗട്ട് പാടില്ല. വാക്കൗട്ട് എന്ന് പറഞ്ഞാൽ അതായത് ഒരു പ്രശ്നം തീരാതെ ഇറങ്ങിപ്പോയല്ലോ. ഒരു പ്രശ്നം എടുത്തിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് തിരക്കാണ്, ഞാൻ പോകാൻ തരണം, എന്താവും, അതുകൊണ്ട് അത് പിണങ്ങിയായിട്ട് പോയാൽ പിന്നെ പ്രശ്നമാവും. പിന്നെ ഭർത്താവ് പോയ ജോലി സ്ഥലത്തൊക്കെ ഒരു ഇടങ്ങേറും ഒരു കുഴച്ചിലും ഒരു ക്ഷീണവും, എന്താപ്പോ എന്നൊക്കെയുള്ള തോന്നലും. ഭാര്യക്കും ഒരു വീട്ടിലൊരു അടുക്കളയിൽ ഒരു പാത്രം കഴുകൽ പോലും ഒരു സമാധാനമില്ലാത്ത അവസ്ഥ പല വീട്ടിലും. ആ ഒരു ചെറിയ കാര്യത്തിന് പിന്നെ പ്രശ്നമായി, ആ പ്രശ്നം രൂക്ഷമായി. ഇനി ഒന്ന് വിളിച്ചു നോക്കിയാലോ ഭാര്യ എന്തോ ആയിപ്പോവോ, ഭർത്താവ് എന്തോ ആവോ, രണ്ടാക്കും പേടി. ഫോണൊക്കെ എടുത്തൊക്കെ വിളിക്കാണ്ട് തോന്നൂല്ല. അവസാനം വന്ന് കിട്ടിയാൽ മതിയേനി, ഒന്ന് എത്തി കിട്ടിയാൽ മതിയേനി എന്ന് രണ്ടാളും ഇങ്ങനെ പറയും, പ്രാർത്ഥിക്കുകയും ചെയ്യും. എത്തുമ്പോ ഇങ്ങനൊന്നുമല്ല. എത്തുമ്പോ പിന്നെയും മുഖം ഇങ്ങനെ കനപ്പിച്ച് പിടിച്ച് പിന്നെ ഇമ്മനെയും വാപ്പനെയും കൊള്ളൊന്നും അറിയാതെ മെല്ലെ ഒപ്പിച്ച് ചോറൊക്കെ തിന്ന് അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെന്ത് ചെയ്യും, ചിലപ്പോ ഒരാൾ കട്ടുമ്മലും ഒരാൾ കട്ടിലും ആ ബെഡിലും ഒരാൾ താഴെയും കിടക്കും. ഇങ്ങനൊക്കെ എത്രയോ ഉറങ്ങുന്നവർ ഇപ്പോഴും ഉണ്ട്. അതെ, 2 കട്ടിലൊക്കെ ആയിട്ട് പിന്നെ തിരിച്ചു ചേരാത്ത എത്രയോ പേരുണ്ട്. അതെ, അങ്ങനെ കട്ടിൽ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ലൈറ്റൊക്കെ ഓഫാക്കി, പക്ഷെ ഉറക്കം വരുന്നില്ല. അങ്ങനെ ഇതും 3, 4 ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ അങ്ങനെ നിന്നു പോകും. അതെ, എന്തൊരു ബുദ്ധിമുട്ടാ. എന്നിട്ട് അവസാനം ഈ താഴെ കിടക്കുന്ന ആള് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേ എന്തോ ഒരു ഉറുമ്പ് എന്ന് ചോദിച്ചാ, അപ്പൊ ലയിച്ചിട്ട് ഉറുമ്പോ എന്നൊക്കെ ചോദിച്ചാണ് പിന്നെ രോഗിയാവാൻ. ഇതൊക്കെ എന്തുകൊണ്ടാ, ഒരു നിസ്സാരമായ കാര്യത്തിൽ തുടങ്ങി ഇങ്ങനെ പോകും. അവിടെയാണ് നമ്മുടെ കൺകുളിർമ നഷ്ടപ്പെടുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കുന്നിടത്ത് നമ്മൾ വിജയിക്കുമ്പോഴാണ് നമ്മൾ അവിടുത്തെ യഥാർത്ഥ ആ ഒരു ആനന്ദം നമുക്ക് ലഭ്യമാകുന്നത്. ഇത് മക്കളിലും ഭർത്താവിലും ഭാര്യയിലും മാതാപിതാക്കളിലും എല്ലാം നമുക്ക് ലഭ്യമാകുമ്പോൾ
എന്തൊരു രസമായിരിക്കും, എന്തൊരു സമാധാനമായിരിക്കും. നമ്മൾ പഠിച്ചല്ലോ, എല്ലാവർക്കും അറിയാലോ. അതായത് പിന്നെ നിങ്ങളുടെ ഭാര്യന്റെ വായിലേക്ക് ഒരു കഷ്ണം ചോറിന്റെ ഉരുളയോ ചപ്പാത്തിയുടെ കഷ്ണമോ റൊട്ടി കഷ്ണമോ വായിലേക്ക് വെച്ചു കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ ദാനം. കോടിക്കണക്കിന് രൂപന്റെ ദാനം പ്രളയ സമയത്തും അല്ലാതെയും കേട്ടവരാണ്, നമ്മളൊക്കെ ചെയ്തവരാണ് പലരും. എന്നാൽ ഒരുപക്ഷെ ഇത് ചെയ്യാത്തവരായിരിക്കും പലരും. അതായത് കോടിക്കണക്കിന് രൂപന്റെ ദാനത്തെക്കാൾ വലിയ ദാനമാണ് നിങ്ങളെ ഭാര്യയുടെ വായിലേക്ക് ഒരു കഷ്ണം, ഒരു ചോറിന്റെ ഉള്ള ഒരു ചപ്പാത്തി കഷ്ണം വെച്ചു കൊടുക്കണമെന്ന് പറയുമ്പം അത് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? അതെ, കുടുംബത്തിലൊപ്പിരുന്ന് ഭക്ഷണം കഴിക്കുമ്പം അങ്ങനെ അങ്ങോട്ടും ഇവിടെ കൊണ്ടും കൊടുത്തും രസകരമായുമാകുമ്പം അവിടെയാണ് ഈ സമാധാനവും സംതൃപ്തിയും. യഖൂലുന റബ്ബന ഹബ് ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ, മിൻ അസ്വാജിന ഇണകളിൽ നിന്ന്, ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ഭർത്താവിന് ഭാര്യയിൽ നിന്നും ഖുർറത്ത അഅ്യുനിൻ കൺകുളിർമ. ആ ഒരു കൺകുളിർമ നമ്മുടെ വീട്ടിൽ സംജാതമാകുമ്പം എത്ര രസകരമായിരിക്കും നമ്മുടെ ജീവിതം. അങ്ങനത്തെ ഒരു ജീവിതം ഉണ്ടാവുമ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ വരാൻ തോന്നും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ തോന്നും. അതെത്ര അവസാനം രോഗക്ഷയിലായി ഭർത്താവോ ഭാര്യയോ അങ്ങനെ കിടന്നോടത്ത് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ വരെ അത് നമുക്ക് കാണാം. അങ്ങനെ ജീവിച്ചവർക്ക് ആ ഒരു സംതൃപ്തി അവിടെ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കണതിന് തൊട്ടു മുമ്പ് 13 ദിവസം അസുഖമായി കിടക്കുമ്പോൾ പനി വന്ന് ബോധം പോണ്, വെള്ളം തളിച്ച് ഉണർത്തുന്നു, വീണ്ടും ബോധം പോകുന്നു. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നു. അവിടെയാണ് അവസാന സമയത്തതാ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, ആയിഷ അതിന്റെ ആങ്ങള വരുന്ന രംഗം. ആ വരുമ്പോ ശരിക്കിങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. എന്നാലും ആ ഒരു നോട്ടം നോക്കുമ്പോഴേക്കും അവിടെ ആയിഷ റളിയല്ലാഹു തോന്നുകയാണല്ലോ, അതെ അത്ര അടുത്താൽ, ഭാര്യയും ഭർത്താവും അടുത്താൽ ആ നോട്ടം ആ കീശയിലുള്ള അറാക്കിന്റെ കൊള്ളിയിലേക്കാണ് എന്ന് ആയിഷ റളിയല്ലാഹു ബോധ്യമായപ്പോ നിങ്ങൾക്കത് വേണോ എന്നിട്ടുള്ള ചോദ്യം. ആ ചോദ്യം കേട്ടപ്പോ റസൂൽ അങ്ങനെ കണ്ണോട് താളം കാട്ടി, വേണം. അത് അത്ര മനസ്സെടുപ്പം. എന്നിട്ട് ആ അറാക്കിന്റെ കൊള്ളിങ്ങോട്ട് വാങ്ങിയിട്ട് ആയിഷ റളിയല്ലാഹു അത് കടിച്ച് ബ്രഷാക്കി, ആ വേര് പോലത്തെ അറാക്കിന്റെ കൊള്ളി കടിച്ച് ബ്രഷാക്കിയിട്ട് നബി സല്ലല്ലാഹു പല്ലിങ്ങനെ തേച്ചു കൊടുക്കണം റസൂലുള്ളാഹിന്റെ. അവസാന സമയം ആ ഒരു മനസ്സ് അങ്ങോട്ടും കൂടെ അടുത്താൽ, അതെ അങ്ങനത്തെ ഒരു രോഗവും മരണത്തിനും അടുത്തൊക്കെ ആകുമ്പോൾ ആയിഷാന്റെ മടിയിൽ ആ തല വെച്ച് റസൂൽ അങ്ങനെ ആ റസൂൽ അങ്ങനെ ആയിഷാന്റെ പല്ല് തേച്ചു കൊടുത്ത്, അങ്ങനെ റസൂൽ ആ മരിക്കുമ്പം അവസാനം ആയിഷ റളിയല്ലാഹു പറഞ്ഞു, എന്റെ ഉമിനീരും റസൂലുള്ളാഹിന്റെ ഉമിനീരും ഒപ്പമായിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നത്. അങ്ങനത്തെ ഒരു ജീവിതം എന്ത് രസമായിരിക്കും. ഇതിന് സമാധാനം തെരഞ്ഞ് എവിടേക്കും പോകേണ്ട ഒരു ആവശ്യമില്ല, ഒരു സ്ഥലത്തും പോകണ്ട. ഇത് അവരവർക്ക് അവരവരുടെ വീട്ടിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. അതെ, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകുമ്പോൾ എത്ര രസമായിരിക്കും. ഉമ്മയും ഉപ്പയും അവരിലൊക്കെ നോക്കുമ്പം, അവരോടൊക്കെ ഒരു സലാം പറയുമ്പം, അവർക്കൊന്ന് ആ വേദനയുള്ള ഭാഗത്ത് ഇവിടെ വേദന മനെ എന്ന് പറയുമ്പം ഒന്ന് തടവി കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് പ്രതിഫലം ലഭിക്കുകയാണല്ലോ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം, ഒരു നിർവൃതി, ആ സമാധാനമാണ് നമുക്കൊക്കെ ആവശ്യം. അതെ, വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, സജ്ജനങ്ങൾക്ക് ഞങ്ങളെ നേതാക്കളാക്കണേ, നല്ല മനുഷ്യന്മാരുടെ മുമ്പിൽ നടക്കുന്നവരായി ഞങ്ങളെ മാറ്റണേ എന്നുള്ള ആ ഒരു ബന്ധം, ആ ഒരു ദൃഢമായ മാനസികാവസ്ഥയ്ക്ക് നമുക്ക് എത്തിയാൽ ലഭ്യമാകുന്നത് എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിൽ അത് സാധിക്കണം. അതിനുള്ള കരുത്ത് നമ്മൾ ആർജിച്ചെടുക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി
അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമേ എന്ന് എന്നോടെന്നപ്പോൾ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബന്ധത്തിന് വലിയ പവിത്രത കൽപ്പിക്കുന്ന മതമാണല്ലോ ഇസ്ലാം. എല്ലാ ബന്ധങ്ങളും നന്നാക്കിയെടുക്കാനും അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാനും ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ബന്ധം, ഏറ്റവും വലിയ ദാനം കുടുംബത്തിന് നൽകുന്ന ദാനമാണത്. ഏറ്റവും വലിയ ബന്ധം നമ്മൾ കുടുംബബന്ധം ചേർക്കുക എന്നത് തന്നെയാണ്. അവിടെ എല്ലാ ഖുതുബയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം അത് ചോദ്യം ചെയ്യുമെന്ന് പഠിപ്പിക്കാത്ത ഒരു ഖുതുബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല. അതാണ് വത്തഖുല്ലാഹല്ലദീ തസാഅലുന ബിഹി വൽ അർഹാം. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ഈ കുടുംബ ബന്ധം അത് നമ്മോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് കുടുംബബന്ധം സൂക്ഷിക്കണം. അതെ, റസൂൽ പഠിപ്പിച്ചു, ബന്ധം മുറിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. അതെ, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമൊക്കെ സുന്നത്തായ നോമ്പ്, ആ നോമ്പിനെ പറ്റി റസൂൽ പറഞ്ഞു കൊടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞോട് പ്രധാനമായി പറഞ്ഞതെന്താ? അതായത് തിങ്കളും വ്യാഴവുമാണ് നമ്മുടെ കണക്ക് അള്ളാഹുവിങ്കിലേക്ക്, ഒരാഴ്ച ചെയ്ത പ്രവർത്തനത്തിന്റെ കണക്ക് അള്ളാഹിലേക്ക് എത്തിക്കുന്ന ദിവസമാണ് തിങ്കളും വ്യാഴവും. ആരോടെങ്കിലും ഒന്ന്, കുടുംബത്തിലോ പുറത്തോ സുഹൃത്തോ ആരോടെങ്കിലും ഒന്ന് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ചെറിയൊരു തെറ്റ്, ഒരു പിണക്കമുണ്ടോ, ആ ചെയ്ത ആഴ്ചയിൽ ചെയ്ത മുഴുവൻ കർമ്മങ്ങളും അവിടെ സ്വീകരിക്കാതെ പെൻഡിങ്ങിൽ വെക്കുമെന്നാണ് റസൂൽ പഠിപ്പിക്കുക. ആ പിണക്കം തീരാതെ റബ്ബ് അത് സ്വീകരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ആരോടെങ്കിലുമൊക്കെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളെ ഭാര്യ, ഉമ്മ, മക്കള്, അങ്ങനെ തുടങ്ങുന്ന ഏറ്റവും അടുത്തവര്, അയൽവാസികള് ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, അതെ, എന്നോ ഒന്ന് തറവാട്ടില് ഒരു സ്വത്ത് ഓരിയക്കണമെന്ന് പണിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്, ഏട്ടനും അഞ്ചനൊക്കെ, ഇനിയും മാറിയിട്ടില്ല, അത് തീർന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നമസ്കരിക്കുന്ന ജുമാക്കുള്ള ഈ ജുമാ പോലും റബ്ബിങ്കൽ സ്വീകരിക്കാതെ പോകുമെന്നുള്ള ഗൗരവം നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. അതെ, ഒരു പണക്കും നമുക്ക് വേണ്ട. എല്ലാവർക്കും നന്മ ലഭിക്കണമെന്നുള്ള ആഗ്രഹം. അതെ, റസൂൽ പറയണം, ഇങ്ങനെ നമ്മൾ ചെയ്താൽ ആർക്കെങ്കിലും ഉപജീവന മാർഗം വിശാലമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിഹത്തുർ റഹ്മ, അവർ കുടുംബബന്ധം ചേർക്കട്ടെ. ആർക്കെങ്കിലും ധൃതി കുറയണമെന്ന് ആഗ്രഹമുണ്ടോ? നമ്മളൊക്കെ തിരക്കും ബിസിയാണ്. ആ തിരക്ക് കുറയണമെന്ന് ആഗ്രഹമുണ്ടോ? അവർ കുടുംബബന്ധം ചേർക്കട്ടെ. ആർക്കെങ്കിലും ദീർഘായുസ് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? സിഹത്തുർ റഹ്മ, അവർ കുടുംബബന്ധം ചേർക്കട്ടെ. ഇങ്ങനെ ബന്ധം ചേർക്കുന്നതുമായി ബന്ധിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഒരു സഹാബി ഇതൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനിങ്ങനെ ബന്ധം ചേർക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ മുറിക്കണേ ഒരു അകന്ന കുടുംബമുണ്ട്, എന്താ ചെയ്യേണ്ടത്? പറഞ്ഞ് കേൾക്കുമ്പോൾ റസൂൽ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴേ പറയണ്, നീ വീണ്ടും അയാളുമായി ബന്ധം ചേർത്തുകൊണ്ടേയിരിക്കണം. ഇങ്ങോട്ട് മുറിച്ചാലും നമ്മൾ ഒഴിവാകരുത്, അങ്ങോട്ട് വീണ്ടും ബന്ധം ചേർത്തുകൊണ്ടേയിരിക്കണം. അള്ളാഹിന്റെ ഒരു സഹായി നിനക്കുണ്ടാകും. അത്ര ബന്ധം ചേർക്കുന്നതിന്റെ പവിത്രത, അത് മുറിക്കുന്നതിന്റെ ഗൗരവം. ബന്ധം മുറിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, അവൻ മുസ്ലിം അല്ല എന്നുവരെ നമ്മളെ പഠിപ്പിക്കുമ്പം ആ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ അറ്റുപോയ ബന്ധങ്ങളെയും സുദൃഢമാക്കി നിഷ്കളങ്കമായി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല നിലക്ക് കൺകുളിർമയും സന്തോഷവും സംജാതമാകുന്ന അവസ്ഥയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുത്ത് നമുക്ക് ചെറുതായി തോന്നുന്ന ഇത്തരം കാര്യങ്ങൾ, അതാണ് ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ എല്ലാം നമ്മളോട് ഭാര്യയോട് സംസാരിക്കാനും ഉമ്മാനോട് ഉപ്പാനോട് സംസാരിക്കാനും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ മൊബൈൽ മാറ്റിവെച്ച് എല്ലാവരും ഒപ്പമിരിക്കാനും, അങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി സ്നേഹം പങ്കുവെച്ച് അങ്ങനെ പരസ്പരം അടുത്തറിഞ്ഞ് പൊരുത്തപ്പെട്ടും തൃപ്തിപ്പെട്ടും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ കഴിയാനും, അതൊക്കെ പുണ്യമായി മാറ്റി പരലോകത്ത് വൻ മുതൽക്കൂട്ടുണ്ടാക്കാനും അള്ളാഹു നമ്മൾക്കൊക്കെ കരുത്ത് പകരുമാറാകട്ടെ.